ഈ ദീപ്തി മേരി വർഗീസിനെ നമ്മുടെ കൊച്ചി മേയർ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിലും അതുപോലെ തന്നെ ഇടതുമുന്നണിയുടെ ചില PR ചാനലുകളിലുമൊക്കെ സമുദായം പിടിമുറുക്കി, ലത്തീൻകാർ പിടിമുറുക്കി, ക്രിസ്ത്യാനി പിടിമുറുക്കി എന്നൊക്കെ പറഞ്ഞ് ഒട്ടേറെ ചർച്ചകളും സംഗതികളും ഒക്കെ നടക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇത് ലത്തീൻ പിടിമുറുക്കിയതോ മുസ്ലിം പിടിമുറുക്കിയതോ നായർ പിടിമുറുക്കിയതോ ഒന്നുമല്ല. യഥാർത്ഥത്തിൽ ഇത് ചിലരുടെ പ്രത്യേകമായ താല്പര്യപ്രകാരം ഇഷ്ടമല്ലാത്തച്ചി തൊട്ടതെല്ലാം കുറ്റം എന്ന് കാണുന്ന ചിലരുടെ 916 ചിന്തയിൽ സ്വയം എന്നെക്കാൾ കേമൻ ആരുമില്ല, ഞാൻ കഴിഞ്ഞേ ഉള്ളൂ എല്ലാവരും എന്ന ഒരു അബദ്ധധാരണയിൽ ചെയ്ത കാര്യങ്ങളുടെ പിന്നിലേക്ക് വെറുതെ തള്ളിക്കൊണ്ടുവരികയായിരുന്നു ലത്തീൻ സമുദായത്തെയും ആ വിഭാഗത്തെയുമൊക്കെ. അല്ലാതെ അതിലൊന്നും വളരെ പ്രസക്തമായ കാര്യമില്ല. കൊച്ചിയിലെ തന്നെ കേരളം മുഴുവൻ അറിയപ്പെടുന്ന അതിപ്രശസ്തനായ ഒരാൾ പറഞ്ഞത് ദീപ്തി മേരി വർഗീസിൻ്റെ അയോഗ്യതയായി വരാനുള്ള 2 കാരണങ്ങളേ ഉള്ളൂ. ഒന്ന്, അവർക്ക് നല്ല വ്യക്തിത്വം, സൗന്ദര്യം, പ്രസൻറ്റബിലിറ്റി ഇതൊക്കെ ഉണ്ട് എന്നുള്ളത്. അപ്പം നിങ്ങൾ മുഖം ചുളിക്കും. അത് വലിയൊരു ശക്തിയല്ല, ഒരുപാട് പേരോട് ആക്രമിക്കാനുള്ള ഒരവസരമാണ് ഇതെന്നുള്ളതൊരു സത്യമാണ്. രണ്ടാമത്തെ കാര്യം, അവർ ഈ പറഞ്ഞതുപോലെ എല്ലാവരുടെയും ഒരു ആളായി, ഒരു പെട്ടിതൂങ്ങിയായി അല്ലെങ്കിൽ വാഴ്ത്തുപാട്ട് പാടുന്നവളായി മാറാതിരുന്നു എന്നതൊക്കെ മാത്രമാണ് അതിൽ അയോഗ്യതയുള്ളത്. അല്ലാതെ അതിൽ സമുദായമൊന്നും ഒരു കാര്യവുമില്ല. ആമുഖമായി കോൺഗ്രസ് നേതാക്കളോട് പറയട്ടെ, ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ജനങ്ങൾ, നിങ്ങളാരും അവകാശപ്പെടുന്ന പോലെയല്ല, ജനങ്ങൾ നിങ്ങൾക്ക് നൽകിയ വിജയം അത് അസ്വസ്ഥമാക്കുന്ന ഒരുപാട് പേരുണ്ട് ഈ സമൂഹത്തിൽ. അവർ പല നറേറ്റീവുകളും സൃഷ്ടിച്ച് ഇനി വരും ദിവസങ്ങളിൽ ആകെ 90-95 ദിവസം മാത്രമുള്ള മെയിൻ ഇലക്ഷന് മുന്നായി പലതും പുറത്തുവിടും, പലതുമൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിലൊരു ആരോപണമാണ് ഈ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ജാതിമത വർഗീയ പാർട്ടികളുടെ വലിയ വീതം വെക്കലും പങ്കുവെക്കലും ഒക്കെയാണ് എന്ന തരത്തിൽ. പ്രിയപ്പെട്ടവരെ, ഈ നേതാക്കളായ ചിലരൊക്കെ അവരവരുടെ കാര്യത്തിന് വേണ്ടി ചില വ്യാഖ്യാനങ്ങൾ ചമച്ച് അതിലേക്ക് സമുദായ സംഘടനകളെ കൊണ്ടുവരുന്നതിനപ്പുറം ഒരു സമുദായ സംഘടനയ്ക്കും കീഴടങ്ങാത്ത ഒരു കോൺഗ്രസിനെയാണ് കഴിഞ്ഞ കുറേ നാളുകളായി കാണുന്നത്. ഒരു ഉദാഹരണത്തിന് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ ഒക്കുമോ? മലപ്പുറം ജില്ല പോലെ ഒരു 10-70% മുസ്ലിം സമൂഹമുള്ള ഒരു ജില്ലയിൽ VS ജോയിയെപ്പോലെ ഒരാളിനെ DCC പ്രസിഡൻ്റായി വെച്ച് എല്ലാ സ്വീകാര്യതയോടും കൂടി നല്ല തിളക്കമാർന്ന വിജയത്തിലേക്ക് നയിക്കുന്ന തരത്തിലേക്ക് അദ്ദേഹം പ്രവർത്തിക്കുന്നു. കോട്ടയം പോലൊരു ജില്ലയിൽ നാട്ടകം സുരേഷിനെ DCC പ്രസിഡൻ്റാക്കുന്നു. പോട്ടെ, ഈ ലത്തീൻ കത്തോലിക്കയും മറ്റ് ഈ മുസ്ലിം ഇതര വിഭാഗങ്ങളൊക്കെയുള്ള എറണാകുളത്ത് എങ്ങനെയാണ് മുഹമ്മദ് ഷിയാസ് കോൺഗ്രസിൻ്റെ DCC പ്രസിഡൻ്റായിരിക്കുന്നത്? അപ്പോൾ അതിൻ്റെ അർത്ഥം കോൺഗ്രസ് ഈ പറയുന്ന സമുദായ സംഘടനകളുടെ ഘടനാപരമായ സംഗതികൾക്കപ്പുറത്തേക്ക് തീരുമാനമെടുക്കാനുള്ള ഒരു കരുത്ത് KPCCയും ഡൽഹി നേതൃത്വവും കാണിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ പേരുകാരായ ആളുകൾ DCC പ്രസിഡന്റുമാരാവുന്നത്. അല്ലെങ്കിൽ സങ്കല്പിക്കാൻ ഒക്കുമോ? നമുക്കൊരു പാറ്റേൺ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം നായർക്ക്, പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ കൊല്ലം ഈഴവ അല്ലെങ്കിൽ നായർ, ആലപ്പുഴ വരുമ്പോൾ അങ്ങനെ, പിന്നെ കോട്ടയം വരുമ്പം ക്രിസ്ത്യാനി അല്ലാതൊരു പേരുമില്ല, എറണാകുളം വരുമ്പോൾ ക്രിസ്ത്യാനി അല്ലാതെ വേറൊരു പേരില്ല, പിന്നെ കുറച്ചുകൂടെ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ മലപ്പുറത്ത് മുസ്ലിം അല്ലാതൊരു DCC പ്രസിഡൻ്റ് ഇല്ല. ഈ ഘടനാപരമായ സംഗതികളൊക്കെ കോൺഗ്രസ് പൊളിച്ചെഴുതിയതാണ്. എന്ന് മാത്രമല്ല, ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പ്രകടമായി ഒരു സമുദായത്തിൻ്റെയും നേതൃത്വം കോൺഗ്രസിൻ്റെ കൂടെ ഇല്ലായിരുന്നു. അറിയുമോ അത്? ഏതെങ്കിലും ഒരു സമുദായ സംഘടന, പണ്ടൊക്കെ നമ്മുടെ പെരുന്നയിലെ സുകുമാരൻ നായർ സാർ സമദൂര സിദ്ധാന്തത്തിലെ ശരിദൂര സിദ്ധാന്തമൊക്കെയായി ചില ന്യായങ്ങളെ കോൺഗ്രസിന് അനുകൂലമായൊക്കെ വ്യാഖ്യാനിക്കുമായിരുന്നു. ഇത്തവണ അങ്ങനെ ആയിരുന്നില്ലല്ലോ. വെള്ളാപ്പള്ളി നടേശൻ സാർ എവിടെയായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. ഏതെങ്കിലും ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ ഇടയലേഖനമോ മറ്റോ കോൺഗ്രസിന് അനുകൂലമായി വായിക്കുകയോ പരസ്യമായി പറയുകയോ ചെയ്തോ? ഇല്ല. അണികൾ വോട്ട് ചെയ്ത് കാണും. എല്ലാ ജാതിയിലും മതത്തിലും പെട്ട മനുഷ്യർ വോട്ട് ചെയ്തു. ആ പ്രതിഷേധ വോട്ടാണ് കോൺഗ്രസിനെ വിജയിപ്പിച്ചത്. അപ്പോൾ ആ സന്ദർഭത്തിൽ ഇതിനകത്ത് സമുദായം കൊണ്ടുവന്ന് ഇത് പിടിച്ചു വാങ്ങിച്ചു എന്നൊക്കെ പറയുന്നത് വെറുതെയാണ് എന്നതാണ് സത്യം. കോഴിക്കോട് ആരെയായിരുന്നു ഈ മേയർ സ്ഥാനാർത്ഥിയായി നിർദ്ദേശിച്ചത്? PM നിയാസിനെ അല്ലേ? പരാജയപ്പെട്ടു അദ്ദേഹം. ഇനി കൊല്ലം ജില്ലയിലെ മേയർ സ്ഥാനാർത്ഥി, കൊല്ലം കോർപ്പറേഷനിൽ ആരെങ്കിലും സമുദായ സമവാക്യം നോക്കിയാൽ ഹാഫിസ് ആകട്ടെ മേയർ കാൻഡിഡേറ്റ് എന്ന് പറയുമായിരുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വേറിട്ട നിലപാടുകൾ സ്വീകരിച്ച് പോരുകയാണ് ചെയ്തത്. പിന്നെ അവരവരുടെ താല്പര്യത്തിന് വേണ്ടി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നേതാക്കളുടെ താല്പര്യത്തിന് വേണ്ടി, എനിക്ക് ഇഷ്ടമുള്ളവരെ കൊണ്ടുവരാൻ വേണ്ടി ആ ഇഷ്ടമുള്ളവരോട്
നിങ്ങൾ പോയി ഇന്ന സമുദായത്തെ കൊണ്ട് പറയിക്ക്, മറ്റവരെ കൊണ്ട് പറയിക്ക്, ഇന്നാരെ വിളിപ്പിക്ക് എന്നൊക്കെ പറയുന്ന ഓപ്പറേഷൻ കോൺഗ്രസിലെ നേതാക്കൾ നടത്താറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേണെ സംബന്ധിച്ച് എൻ്റെ ഒരു സുഹൃത്ത്, ഒരു മീഡിയ അനലിസ്റ്റ്, എനിക്കൊരു നല്ല സുഹൃത്തുക്കളായ കുറേ പേര് ഈ പോൾ അനാലിസിസ് നടത്തുന്നവരുണ്ട്, പോസ്റ്റ് പോളും പ്രീ പോളും. അതിലൊരാൾ പറഞ്ഞ കണക്ക് ഏതാണ്ട് 75% മുസ്ലിം വോട്ടുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ UDF അനുകൂലമായാണ് കിട്ടിയത്. ഏതാണ്ട് 65% ക്രിസ്ത്യൻ വോട്ടുകൾ പിന്നെ കോൺഗ്രസിന് അനുകൂലമായിട്ടാണ് കിട്ടിയത്. എന്നാൽ ഹിന്ദു വോട്ടുകൾ മഹാഭൂരിപക്ഷവും CPM-നാണ് പോയത്. രണ്ടാം സ്ഥാനത്തോ അല്ലെങ്കിൽ അടുത്തടുത്തോ ആയിട്ടാണ് കോൺഗ്രസിനും BJPക്കും കിട്ടിയത്. കോൺഗ്രസിന് കിട്ടിയെന്ന് UDFന് കിട്ടിയെന്ന് പറയപ്പെടുന്നത് 25 മുതൽ 30% വോട്ട് മാത്രമാണ്. അപ്പോൾ ഇതിനെ കാര്യം സാധിക്കാൻ വേണ്ടി കോൺഗ്രസ് നേതാക്കൾക്ക് പലതരത്തിൽ വ്യാഖ്യാനിക്കാം. ഒന്ന്, ഒരു മുസ്ലിമിനെയാണ് ആക്കേണ്ടതെങ്കിൽ അവർ 10-75% പേര് നമുക്ക് വോട്ട് ചെയ്തു, അതുകൊണ്ട് അവരെ ഒരാളെ ആക്കണം എന്ന് പറയാം. അതെൻ്റെ ആളാണെങ്കിൽ. ഇനി എൻ്റെ ആൾ ഹിന്ദു ആണെങ്കിൽ ഞാൻ പറയും മുസ്ലിങ്ങൾ എന്തായാലും ഓൾറെഡി നമുക്ക് തന്നു, അതിനവർക്ക് മലപ്പുറത്തൊക്കെ പല പോസ്റ്റുകളും ഉണ്ട്. ഹിന്ദു സമുദായത്തിൽ 25-30 കിട്ടിയുള്ളൂ, അതുകൊണ്ട് അവരെ കൂട്ടത്തിലൊരാളിനെ ആക്കിയാൽ നമുക്ക് കൂടുതൽ പിടിക്കാം. ഇതൊന്നും യഥാർത്ഥത്തിൽ വോട്ട് ചെയ്ത വോട്ടർക്കൊരു മാനദണ്ഡമല്ല. നേതാവിന് തൻ്റെ ആളിനെ സ്ഥാപിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നേതാക്കൾക്ക് തങ്ങളുടെ ആളുകളെ സ്ഥാപിക്കാൻ വേണ്ടി പുറത്തിറക്കുന്ന ഒരു കാർഡ് മാത്രമാണ് ഈ സമുദായ കാർഡ് എന്നതാണൊരു സത്യം. അല്ലാതെ ഒരു സമുദായവും കോൺഗ്രസിൻ്റെ മേൽ അത് ഇന്ന ജാതിക്ക് കൊടുക്കണം, അങ്ങനെ കൊടുക്കണമെന്ന് പറയണമെങ്കിൽ അവർ സാമുദായികമായി സംഘടിതമായി ഈ സമൂഹത്തിൻ്റെ പിന്നിൽ നിൽക്കണ്ടേ. സമസ്ത പോലും അങ്ങനെ നിന്നില്ലല്ലോ. വേറെ ഏത് പ്രസ്ഥാനം നിന്നു? NSS നിന്നോ, SNDP നിന്നോ, ലത്തീൻ കത്തോലിക്കർ നിന്നോ, മാർത്തോമ നിന്നോ, യാക്കോബ നിന്നോ, അല്ലെങ്കിൽ റോമൻ കാത്തലിക്സ് നിന്നോ? അങ്ങനെ ഒരു സംഘടനകളും നിന്നില്ല. അവരെല്ലാം എങ്ങും തൊടാതെയാണ് മറുപടി പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസിനെ സമുദായ സംഘടനകൾ വിഴുങ്ങി എന്ന് പറയുന്ന പ്രചരണം വിട്ടേക്കുക. നേതാക്കളോട് പറയാനുള്ളത് സമവായമാണ്, നിശബ്ദത വേണം, ചേർന്ന് നിൽക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു സാഹചര്യം മുതലെടുത്ത് ആരെയെങ്കിലും കൈകാര്യം ചെയ്ത് തങ്ങളെ ആളുകളെ പ്രതിഷ്ഠിക്കാൻ വേണ്ടി ചില പോപ്പുലറായിട്ടുള്ള ആളുകളെ അല്ലെങ്കിൽ അർഹരായ ആളുകളെ വെട്ടിനിരത്തി ചാമ്പ്യന്മാരാകരുത് എന്ന് മാത്രമേ ഉള്ളൂ. ദീപ്തി മേരി വർഗീസിന് അയോഗ്യതയായത് ലത്തീൻ കത്തോലിക്കയുടെ വാദമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നേതൃപരമായ സംഗതിയോ ഒന്നുമല്ല. അത് അവർക്ക് തന്നെ അറിയാം, പറഞ്ഞവർക്കും അറിയാം, ഇന്നലെ പറഞ്ഞ മാത്യു കുഴൽനാടനും അറിയാം, എല്ലാ കോൺഗ്രസിലെ നേതാക്കൾക്കും എറണാകുളത്തെ വോട്ടർമാർക്കും എല്ലാം അറിയാം എന്താണ് സംഭവിച്ചത് എന്നുള്ളത്.